നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു പുലാവാണ് കേട്ടോ. പുലാവ് എന്ന് പറയുമ്പോൾ എല്ലാ മിക്സഡ് വെജിറ്റബിൾസ് ഉള്ളതല്ല, മട്ടർ പുലാവ്, ഗ്രീൻ പീസ് മാത്രം എടുത്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള വീട്ടിൽ ബാക്കി വരുന്ന ചോറുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇത് പുലാവല്ലേ, അല്ലെങ്കിൽ ഇത് ബിരിയാണിയും പുലാവും സെയിം അല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാനിങ്ങനെ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. ആ ബിരിയാണിയുടെ റെസിപ്പി കണ്ടു നോക്കുക. അത് നമ്മൾ ദം ബിരിയാണി ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഇത്ര ഗ്ലാസ് വെള്ളം, അത് ദമ്മിൽ കിടന്നിട്ട് തന്നെ ചെയ്തെടുത്തതാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിൻ്റെ മസാലയ്ക്കും കൂട്ടിനും എല്ലാത്തിനും ഒരുപാട് വ്യത്യാസമുണ്ട് ബിരിയാണിയും പുലാവും തമ്മിൽ. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളവർ ഈ വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് എൻ്റെ ബിരിയാണിയുടെ വീഡിയോ കാണാത്ത ആൾക്കാർ അവിടെയും കൂടി പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അരി എടുക്കേണ്ടത് ഇതുപോലെ നീളമുള്ള, നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കണ പോലത്തെ നീളമുള്ള റൈസാണ് നമുക്ക് വേണ്ടത്. ഏകദേശം ഒരു 1/2 കിലോളം അരിയാണ് കേട്ടോ. അത് നമ്മൾ വെള്ളത്തിൽ കറക്റ്റ് 10 മിനിറ്റ് നേരം മാത്രമേ ഇട്ട് വയ്ക്കേണ്ട ആവശ്യമുള്ളൂ. കൂടുതൽ നേരം ഇട്ട് വയ്ക്കരുത്. എന്നിട്ട് 2-3 തവണ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയിട്ട് വേണം നമുക്ക് വേവിക്കാനായിട്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പിൻ്റെ അളവ് പറയേണ്ട ആവശ്യമില്ല. വെള്ളം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കുറച്ചധികമായിട്ട് നിൽക്കണം. അപ്പോഴാണത് റൈസിലേക്ക് കറക്റ്റ് പാകമായിട്ട് വരുള്ളൂ കേട്ടോ. ഇനി അരി ചേർക്കുക. ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് അരിയിലത്തെ വെള്ളം മുഴുവനായിട്ട് ഊറിയോ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ബിരിയാണി ചെയ്യണ സമയത്ത് എനിക്ക് അടിയിൽ വന്ന ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. എത്ര കറക്റ്റായിട്ട് വെള്ളം, ഒരു ഗ്ലാസ്സിന് ഇത്ര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ പറഞ്ഞാലും അത് കരിയണു, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ശരിയാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കമൻസ് ഉണ്ടായിരുന്നത്. അപ്പം ഇത് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെക്കുക, സിമ്മിലാക്കുക. ബാക്കി ഞാൻ പറയാം കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ സിമ്മാക്കി വെച്ചു. ചെറുതീയിൽ 5 മിനിറ്റ് ഇരുന്നു. ശേഷം ദാ ഇപ്പോൾ ഫുൾ ഫ്ലെയിം ആക്കിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഒരു 2 സെക്കൻഡ്, അതിനുശേഷം നമ്മൾ തീ ഓഫ് ആക്കുകയാണ് കേട്ടോ. ഇനി വേണ്ടത് അടച്ചു വെക്കുക. റൈസ് കുക്കറിൽ വെക്കുക, അങ്ങനത്തെ ഒന്നും വേണ്ട. അത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇനി ഇങ്ങനെ എത്ര മിനിറ്റ് ഇരിക്കണം എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ആ സമയത്ത് അരിയുടെ വേവ് എന്ന് പറയുന്നത് ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ടാവും. ഈ ഒരു പാകത്തിന് സാധാരണ നമ്മൾ ചോറ് വാർക്കുന്നത് പോലെ വാർത്ത് ഊറ്റിയെടുക്കണം കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിൽ 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, രണ്ടും ഒരേ അളവിലെടുത്തിട്ട് പൊടിച്ചെടുക്കണം. നല്ലോണം ഫൈനായിട്ട് പൊടിയണ്ട, ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണ പോലെ തരിതരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് മുഴുവൻ നമുക്ക് ആവശ്യമുണ്ടോ ചോദിച്ചാൽ ഞാനത് എത്ര ചേർക്കണം എന്നുള്ളത് ഉണ്ടാക്കുമ്പോൾ പറയാം കേട്ടോ. പക്ഷേ മിക്സിയുടെ ജാറിൽ വളരെ 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ഒന്നും പൊടിച്ചാൽ പൊടിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും എടുത്താലാണ് പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇനി അതേ ജാറിൽ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിന് ഒരു പച്ചമുളക്, ഇതൊന്ന് ചതച്ചെടുക്കണം. നമുക്ക് വേണ്ടത് പ്ലെയിൻ ആയിട്ടുള്ള ഓയിൽ, അത് വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഓയിൽ. 4 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുക്കേണ്ടത്. ഞാൻ പക്ഷെ 4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഓയിൽ എടുക്കണില്ല. അതിന് പകരം 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും ബാക്കി 2 ടേബിൾ സ്പൂണിന് ഞാൻ ബട്ടറാണ് കേട്ടോ എടുക്കണത്. ബട്ടറും കൂടി ചേർക്കാം. അതൊന്ന് ഉരുക്കി വരട്ടെ. ബട്ടർ ഉരുക്കി വരുന്ന സമയത്ത് നമുക്ക് തീ ചെറുതാക്കി വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 കഷ്ണം പട്ട, 2 ഇതുപോലത്തെ കറുവപ്പട്ടയുടെ ഇല, 2 ഈ സ്റ്റാർ, പിന്നെ ഏലക്കായ ഒരു 5 അല്ലെങ്കിൽ 6 എണ്ണമാണ് ഏലക്കായ എടുക്കേണ്ടത്. ഗ്രാമ്പൂവും അതേ അളവിൽ തന്നെ 5-6 എണ്ണം, പിന്നെ ഒരു വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതാദ്യം നമുക്ക് 1 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് നല്ലൊരു വാസന പട്ടാടയൊക്കെ വരണത് വരെ. മല്ലിയും പെരുംജീരകവും കൂടി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ പൊടി ഞാൻ ചേർക്കണത്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് 1 ടേബിൾ സ്പൂൺ അളവിൽ. 1/2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഉള്ളി ചേർക്കാം. ഇനി നമുക്ക് സവോളയും അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 1 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. 1 എണ്ണം കൂടിയാണ് ഞാൻ ഈ ഉള്ളിയുടെ കൂടെ എടുത്തിട്ടുള്ളത്. സവാള വലുതാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം, ഇടത്തരം വലിപ്പമുള്ളതാണെങ്കിൽ 2 എണ്ണം. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആവണ വരെ വഴട്ടണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ വഴട്ടിയെടുക്കാം. റൈസ് നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. ഇപ്പോൾ
ഒരിത്തിരി ഉപ്പ് ഈ ഒരു ഉള്ളിയിലേക്ക്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഉള്ളി വഴറ്റിയെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഗ്രീൻ പീസാണ്. ഞാനിവിടെ ഗ്രീൻ പീസ് ഉപ്പ് ചേർത്ത് വേവിച്ചിട്ട് അത് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഉപ്പ് ചേർത്തിട്ട് തന്നെയാണ് ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഫ്രോസൺ അല്ല, സാധാരണ നമ്മുടെ എന്താ പറയുക ഉണങ്ങിയ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതൊരു 4-5 മണിക്കൂർ നേരം കുതിർത്ത് പ്രഷർ കുക്കറിൽ 2 വിസിലടിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. 1 കപ്പ് അളവിലാണ് ഗ്രീൻ പീസ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ മട്ടർ പുലാവ് എന്നുള്ള രീതിയിൽ ഗ്രീൻ പീസ് പുലാവ് ആണല്ലോ ചെയ്യണത്. വേറെ വെജിറ്റബിൾ പുലാവ് ഒക്കെ ചെയ്യുമ്പോൾ ക്യാരറ്റ് അതുപോലെ ഉരുളക്കിഴങ്ങ് അതൊക്കെ നമ്മൾ ചേർക്കും. ഇതിൽ ഗ്രീൻ പീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 1 കപ്പ്, കൂടുതൽ ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ 1.5 കപ്പ് അളവിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം അങ്ങനെയൊക്കെയാണ് അവരതൊക്കെ കഴിക്കുള്ളൂ. ഈ മസാലയിലേക്ക് നന്നായിട്ട് ഗ്രീൻ പീസ് ഒന്ന് യോജിച്ച് വരണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് നമ്മൾ ചേർത്തു കേട്ടോ. അത് 3/4 ഭാഗമാണ് വെന്തിട്ടുള്ളൂ. 3/4 ഭാഗമേ വേവിക്കാനും പാടുള്ളൂ. കാരണം ഈ ഒരു റൈസ് ഇതിൽ മിക്സായി മസാലയിൽ മിക്സായിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം കൂടി നമ്മളൊന്ന് അടച്ചു വെക്കണം. അപ്പോഴാണ് റൈസിലേക്ക് കറക്റ്റായിട്ട് മസാല ചേർന്ന് വരുള്ളൂ. ഇത് ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബസ്മതി റൈസ് വേണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ പൊന്നിയരി വെക്കണ ദിവസമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചോറ് ലെഫ്റ്റ് ഓവർ റൈസ്, നമ്മുടെ ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് പുലാവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു 5-6 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്നിനു മീതെ ഒന്ന് ഒട്ടിപ്പിടിക്കാതെ, എന്നാൽ എല്ലാ ഫ്ലേവറും ആ ഓരോ റൈസിലും എടുത്തറിയാൻ പറ്റുന്ന ലൈറ്റായിട്ടുള്ള മസാല മാത്രമേ ഇതിലുള്ളൂ. വേറെ ഒരു ബിരിയാണി മസാല, വേറെ ഒരു മസാലയും നമ്മൾ ചേർക്കുന്നില്ല. ഈ ഒരു പട്ട, ഗ്രാമ്പൂ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി. ശരിക്കും പുലാവിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു മിക്സഡ് വേർഷനാണ്. ആന്ധ്ര സ്റ്റൈൽ പ്ലസ് ഒരു നോർത്ത് ഇന്ത്യൻ എന്ന് പറയാം. എല്ലാത്തിൽ നിന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും ചെയ്ത് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ള അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ഞാൻ മോഡിഫൈ ചെയ്തെടുത്ത പുലാവ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ എക്സാക്ട്ലി ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം എന്ന് നമുക്കൊരു നിർബന്ധമില്ല. ഇതിൽ എനിക്ക് ഒഴിവാക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന് ഇതാ ഈ ഒരു ബേ ലീഫാണ്. ഇത് ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ടുള്ള ഒരു സ്വാദ് വരുള്ളൂ. അതുപോലെ ഓയിൽ മുഴുവനായിട്ട് എടുക്കുന്നതിന് പകരം ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല സ്വാദുള്ള പുലാവാണ്. സാലഡ് മാത്രം മതി. ഇനി ഒന്നുമില്ലെങ്കിലും വെറുതെ പ്ലെയിൻ ആയിട്ട് കഴിക്കാനും ലൈറ്റ് മസാല ആയിട്ടുള്ള നല്ല പുലാവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ.